ഹായ് ഹലോ മക്കളെ, ഒരുപാട് പേരുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് തന്നെയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന മാർക്ക്? എന്താണ് ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നോർമലൈസേഷന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കൂടാനാണോ കുറയാനാണോ സാധ്യതയുള്ളത്? എങ്ങനെയാണ് ഈ നോർമലൈസേഷൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, ആദ്യമേ തന്നെ നമ്മുടെ റെയിൽവേ ഒഫീഷ്യൽ ആയിട്ട് എങ്ങനെയാണ് ഈ മാർക്കിന്റെ നോർമലൈസേഷന്റെ ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കിനെ എങ്ങനെയാണ് നോർമലൈസ് ചെയ്തുകൊണ്ട് മാർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതെന്ന്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമുക്കിപ്പോൾ ഒരു ആവറേജ് മാർക്കാണ് കിട്ടിയത് ഒരു ഷിഫ്റ്റിൽ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കിട്ടിയ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 70 മാർക്കാണെന്ന് വിചാരിക്കുക. സിംപിളി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് ഒരു 70 മാർക്കാണ് കിട്ടിയത്. ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഷിഫ്റ്റിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും റെയിൽവേ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. എല്ലാ ഷിഫ്റ്റുകൾ എടുക്കുമ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ടഫ് ആണെന്ന് വിചാരിക്കുക. സോ നോർമലൈസേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 70 മാർക്ക് ആണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഒരു ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോർമലൈസേഷന് ശേഷം എക്സാമിനേഷന്റെ മാർക്ക് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, എക്സാമിനേഷന്റെ മാർക്ക് നോർമലൈസേഷന് ശേഷം കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി അതല്ല, ഡെഫിനറ്റ്ലി പറയാനാണ് നിങ്ങൾക്ക് കിട്ടിയ 70 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് മാർക്കാണെന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല സ്കോർ ചെയ്യാൻ പറ്റി, എല്ലാവർക്കും ഒരു 80 മാർക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓൺ ആവറേജ് ഒരു 80 മാർക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയത് 70 മാർക്കൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നോർമലൈസേഷന് ശേഷം നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. ഓക്കെ, അപ്പം നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് കൂട്ടാനുള്ള സംഭവം മാത്രമല്ല, കുറയ്ക്കാനുള്ള സംഭവങ്ങളും കൂടി ഉണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് റെയിൽവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് നമ്മുടെ റെയിൽവേയുടെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോർമുലയാണ്. അപ്പൊ മക്കളെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ ഒരു ഫോർമുല എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൂടാതെ റഫ് ആയിട്ട് ജസ്റ്റ് കുറച്ച് വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നോർമലൈസേഷന് ശേഷം മാർക്ക് വരാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക, MIJ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. MIJ, എം ക്യാപ്പ് ഓഫ് IJ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ I എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഷിഫ്റ്റിന്റെ നമ്പറും J എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ് നമ്പറുമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഷിഫ്റ്റിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാൻഡിഡേറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും വരാനായിട്ട് പോകുന്നത്? MIJ എന്ന് പറയുമ്പോൾ M310. ഓക്കെ, അപ്പൊ 310 എന്നല്ല, M310. അപ്പൊ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ഷിഫ്റ്റിലെ 10ാം നമ്പർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഷിഫ്റ്റിലെ 4ാം നമ്പർ കാൻഡിഡേറ്റ് എങ്ങനെ വേണമെങ്കിലും വരാം. നിങ്ങളുടെ കാൻഡിഡേറ്റ് നമ്പറും ഷിഫ്റ്റ് നമ്പറും ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് നോർമലൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഓരോ ഫോർമുലാസിലും ഓരോ ടേമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MTJ ഉണ്ട്, MGQ ഉണ്ട്, MTI ഉണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഇതങ്ങ് ജസ്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നിങ്ങളുടെ മാർക്ക് നോർമലൈസ് ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാനായിട്ട് പോവുകയാണെങ്കിൽ MGT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് ഈ MGT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? MGT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് മാർക്ക് ഓഫ് 0.1 ടോപ്പ് 0.1% കാൻഡിഡേറ്റ്സ് കൺസിഡറിങ് ഓൾ ദ സെഷൻസ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം പേര് മൊത്തത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. മൊത്തം എഴുതിയിരിക്കുന്ന പേര് 10 ലക്ഷം പേരാണെന്ന് വിചാരിക്കുക. അതിന്റെ 10% എത്രയായിരിക്കും? 1 ലക്ഷമായിരിക്കും. സ്വാഭാവികമായിട്ടും 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഈ പറയുന്ന 1000 ആയിരിക്കും. അപ്പോൾ 0.1% എത്രയായിരിക്കും? ഡെഫിനറ്റ്ലി 100 പേരായിരിക്കും. അപ്പോൾ ഈ ടോപ്പിൽ നിൽക്കുന്ന 100 പേരുടെ ആവറേജ് മാർക്കാണ് ഈ ആദ്യത്തെ MGT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന 100 പേർക്ക് എത്രയാണ് ആവറേജ് ആയിട്ട് മാർക്ക് കിട്ടിയിരിക്കുന്നത്? ഞാൻ ഈ MGT എന്ന് പറയുന്ന സാധനം നേരെ എടുക്കാനായിട്ട് പോവുകയാണ്. MGT എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 90 ആയിട്ട് എടുത്തു. ഓക്കെ, MGT എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു 90 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ MGQ ആണ്. MGQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി സം ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാർക്ക് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഇൻ ദി പേപ്പർ കൺസിഡറിങ് ഓൾ ദി സെഷൻസ്. ഒന്നുമില്ല, ഇതുവരെ എക്സാം എഴുതിയത് എത്ര പേരാണോ അവർക്ക് മൊത്തത്തിൽ ആവറേജ് ആയിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ അതാണ് ഈ ഉദ്ദേശിക്കുന്ന MGQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 10 ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷം പേരുടെയും ആ ഒരു മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ആവറേജ് മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ സെഷൻസും കൺസിഡർ ചെയ്തിട്ടുള്ള ആവറേജ് മാർക്ക്. ഞാൻ ഈ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 50 മാർക്കായിട്ട് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഈ ആവറേജ് മാർക്ക് ഒരു 50 മാർക്കായിട്ട് എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? MTI ആണ്. അപ്പോൾ ഈ MTI ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് മാർക്ക് ഓഫ് ടോപ്പ് 0.1% ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി 8th സെഷൻ അല്ലെങ്കിൽ മാർക്സ് ഓഫ് ദി ടോപ്പർ ഇഫ് ദി സെഷൻ സ്ട്രെങ്ത് ഈസ് ലെസ് ദാൻ 1000. ഒന്നുമില്ല, ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ഒരു സെഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ 10ാം നമ്പർ സെഷനിലാണെങ്കിൽ അല്ലെങ്കിൽ 3ാം നമ്പർ സെഷനിലോ എത്രാം നമ്പർ സെഷനിലാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്
ആ ഒരു സെഷനിൽ മാത്രം ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ട് അതിലെ ടോപ്പ് 0.1% എടുക്കും. ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സെഷനിൽ ഉണ്ടായിരുന്നത് ഒരു 1,00,000 പേര് മാത്രമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ 0.1% എത്രയായിരിക്കും വരുന്നത്? 10 ആയിരിക്കും വരാനായിട്ട് പോകുന്നത് അല്ലേ? അപ്പൊ ആ ഒരു 10 പേരുടെ ആവറേജ് മാർക്ക് ആയിരിക്കും കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അതല്ല ഒരു 1000 പേരിൽ താഴെയുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങളുടെ ആ 1000 പേരിൽ ഉണ്ടായിരുന്ന ടോപ്പറിന്റെ മാർക്ക് ആയിരിക്കും കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. എനിവേ ആ ഒരു സമയത്ത് കിട്ടുന്ന ആവറേജ് മാർക്ക്, അതായത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഏത് സെഷൻ ആണോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ സാധനം. അതായത് MTI എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സെഷൻ ആണോ അറ്റൻഡ് ചെയ്തത് അതിന്റെ ആവറേജ് മാർക്ക് കൺസിഡർ ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില സെഷനിൽ ടഫ് ആയിട്ട് വരും, ഈസി ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ എന്തെടുക്കും? നിങ്ങൾ ഏത് സെഷൻ ആണോ എടുത്തത് അതിന്റെ കൂടി ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നോർമലൈസേഷൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു മാർക്ക് എടുക്കാനായിട്ട് പോകുന്നത് ഒരു 80 മാർക്ക് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആവറേജ് മാർക്ക് ടോപ്പറിന്റെ 0.1% 80 മാർക്ക് ആയിട്ട് എടുക്കുകയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ MIQ ആണ്. MIQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മീൻ മാർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ith സെഷൻ. അതായത് ഈ പറയുന്ന ആ സെഷനിൽ ഉണ്ടായിരുന്ന, അതായത് നിങ്ങളുടെ സെഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവരുടെയും മൊത്തത്തിലുള്ള ആവറേജ് മാർക്ക് എടുക്കുക. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേ പരിപാടി മൊത്തത്തിലാണ് എടുത്തതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ 0.1% ഓഫ് ഓൾ ദ സെഷൻസ് ആണ് എടുത്തതെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് പോയത് എന്താണ്? 0.1% ഓഫ് നിങ്ങളുടെ ഷിഫ്റ്റ് ആണ്. ഇനി അടുത്തത് എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഷിഫ്റ്റിൽ മാത്രം എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരുടെ ആവറേജ് എടുക്കുകയാണ്. അതാണ് MIQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ എടുക്കാനായിട്ട് പോകുന്ന ഒരു 60 മാർക്ക് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒരു 60 മാർക്ക് ആയിട്ട് എടുക്കുകയാണ്. ഇനി അടുത്ത ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമില്ല, MIJ ആണ്. അപ്പോൾ ഈ MIJ ആണ്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ MIJ ആണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ എക്സാം എഴുതിയിട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണോ അതാണ് ഈ MIJ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 65 മാർക്ക് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒരു 65 മാർക്കാണ് ഈ MIJ, അഥവാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതാണ് ഈ MIJ ഉദ്ദേശിക്കുന്നത്. അത് ഞാനൊരു 65 മാർക്ക് ആയിട്ട് എടുത്തു. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? MIQ ആണ് പറഞ്ഞിരിക്കുന്നത്. MIQ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. MIQ നമ്മൾ എത്രയായിരുന്നു എടുത്തത്? MIQ നമ്മൾ എടുത്തിരിക്കുന്നത് 60 ആണ്. അപ്പോൾ ഈ 60 അഗെയിൻ ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. പ്ലസ് എന്താണ് ലാസ്റ്റ് ആയിട്ട് ചോദിക്കേണ്ടത്? ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ MQGM. ഓക്കെ, MQGM ഇതാണ് ഏറ്റവും അവസാനത്തെ സാധനം. മക്കളെ, ഇവിടെ നമ്മൾ MGQ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തില്ലേ? MGQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സെഷൻസിലെയും എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും കൺസിഡർ ചെയ്തിട്ടുള്ള ആവറേജ് മാർക്ക്. ഇനി MGQM കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, എത്ര ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ എത്ര സെഷൻ നടന്നിട്ടുണ്ടോ അതിന്റെ ഓരോന്നിന്റെയും ആവറേജ് എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഓരോ ഷിഫ്റ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 60, 70, 80, അതുപോലെ തന്നെ 50 എന്നിങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ആവറേജ് മൊത്തത്തിൽ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 100 ഷിഫ്റ്റ് നടന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ആവറേജിന്റെ ആവറേജ് എടുക്കുകയാണ്. അപ്പോൾ ആവറേജിന്റെ ആവറേജ് എടുക്കുകയാണ് എന്ത്? MGQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MGQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 50 മാർക്ക് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഈ MGQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മാർക്ക് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വരാനായിട്ട് പോകുന്നത് 40, ഇവിടെ ഒരു 40 വരും, ഒരു 20 വരും, ഡെഫിനറ്റ്ലി ഇൻറ്റു 5 പ്ലസ് ഒരു 50 വരും. മാർക്ക് വരാനായിട്ട് പോകുന്നത് 10 പ്ലസ് 50 മാർക്ക് വരുന്നത് ഒരു 60 മാർക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു? 65 മാർക്കാണ് കിട്ടിയത്. പക്ഷെ നോർമലൈസേഷന് ശേഷം എത്ര മാർക്കായിട്ട് അത് കുറഞ്ഞു? 60 മാർക്കായിട്ട് കുറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോർമുല നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഈ ടോപ്പേഴ്സിന്റെ മാർക്ക് കൂടുകയാണെങ്കിൽ നോർമലൈസേഷന്റെ മാർക്കും അതനുസരിച്ച് മാറും. ഇനി അതല്ല ടോപ്പറിന്റെ മാർക്ക് കുറയുകയാണെങ്കിൽ നോർമലൈസേഷന്റെ മാർക്കും അതനുസരിച്ച് മാറും. ഡെഫിനറ്റ്ലി എന്താണ് ആ ഒരു മൊത്തത്തിലുള്ള ഷിഫ്റ്റിന്റെ ടഫ്നെസ്സും അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും എക്സാമിനേഷൻ ടഫ് ആയിരുന്നു ഈസി ആണോ എന്നനുസരിച്ചൊക്കെ ഇരിക്കും നമ്മുടെ ടോപ്പേഴ്സിന് കിട്ടുന്ന മാർക്കും ആവറേജ് ആയിട്ട് കിട്ടുന്ന മാർക്കും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു നോർമലൈസ്ഡ് മാർക്ക് എന്ന രീതിയിൽ ഒരു വരാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റുകളിലൊക്കെ സ്വാഭാവികമായിട്ടും കറണ്ട് അഫയർ കിട്ടിയപ്പോൾ ഒരുപാട് പേര് പേടിച്ചു പോയി. അപ്പോൾ ഒരു മാർക്ക് അവർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നവർക്കൊക്കെ മനസ്സിലായി മൊത്തം കറണ്ട് അഫയർ ആണ്, അപ്പോൾ ഒരു മാർക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോർമലൈസേഷൻ വരുമ്പോൾ എന്തായിരിക്കും? ഈ മാർക്കുകളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു നോർമലൈസ്ഡ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മളുടെ എന്തിനെ എഫക്ട് ചെയ്യും? മാർക്കിനെ എഫക്ട് ചെയ്യും. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മൊത്തം കറണ്ട് അഫയർ ആണ് ചോദിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. സോ മാർക്ക് കുറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും സുഖമായില്ലേ? എല്ലാം കറണ്ട് അഫയർ അല്ലേ ചോദിക്കുന്നത്, അവർക്ക് മാർക്ക് കൂടുതലായിരിക്കില്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ഈ നോർമലൈസേഷന്റെ ഫോർമുല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അപ്പൊ മക്കളെ, ഇതാണ് യഥാർത്ഥത്തിൽ റെയിൽവേ ഒരു നോർമലൈസ് ചെയ്ത മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നോർമലൈസേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ രീതിയിലാണ് റെയിൽവേ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മാർക്കായിട്ട് വരാനായിട്ട് പോകുന്നത്.
അപ്പൊ മക്കളെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ടഫ് ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും ടഫ് ആയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരുത്തനും അതുപോലെ പഠിച്ചിട്ടുണ്ടാവും. അവന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്കും ടഫ് ആയിരിക്കും. നിങ്ങൾക്ക് ടഫ് ആയി തോന്നിയതൊക്കെ പുള്ളിക്കാരനും ടഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോർമലൈസ് ചെയ്ത് മാർക്ക് നിങ്ങൾക്ക് വരുന്നത് മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ മക്കളെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിലും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരാനിരിക്കുന്ന ഒരു കിടിലൻ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. 22,000 വേക്കൻസീസ് ആണുള്ളത്. അതിൽ സൂപ്പർ നോട്ട്സിന്റെ വക ഒരു അടിപൊളി ലോങ് ടേം ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് കൂടി ലോഞ്ച് ആയിട്ടുണ്ട്. മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് കഴിഞ്ഞ തവണത്തെ പ്രിപ്പറേഷനിൽ സംഭവിച്ചത് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണത്. അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ്സാക്കി കളയരുത്. 22,000 വേക്കൻസീസ് ഉണ്ട്. ഇത് ഡെഫിനറ്റ്ലി കൂടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ മക്കളെ പ്രോപ്പർ ആയിട്ട് അവസരങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഓരോ ദിവസവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ഒരു 3 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ സിലബസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ സെഷൻ, PYQ സീരീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് ഈ പറയുന്ന സൂപ്പർ നോട്ട്സിന്റെ RRB ഗ്രൂപ്പ് ഡി ബാച്ച്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അതല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്നുള്ള പഠനം ശരിയാവുന്നില്ല, എനിക്കൊരു ഗൈഡൻസ് കൂടിയേ തീരുള്ളൂ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വീക്കിലി ഒരു സ്ട്രാറ്റജി സെഷൻ വേണം, ഗൈഡ് ചെയ്യാൻ ഒരു മെന്റർ വേണം, മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരാൾ വേണം, പ്രോപ്പറായിട്ട് ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് തരാൻ ഒരു ടീം നിങ്ങളുടെ കൂടെ വേണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവുക. അതല്ല നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനി അങ്ങോട്ടേക്കുള്ള ഫ്രീ നോട്ട്സും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കൂടാതെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ, പഠനം നിർത്താതിരിക്കുക. ഇപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് ആരും റിലാക്സ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്, എനിക്ക് ഉറപ്പാണ് ജോലി കിട്ടുമെന്നാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു തരാം. അതല്ല ഞാൻ ഡൗട്ട് മൈൻഡിലാണെങ്കിൽ നിങ്ങളുടെ പഠനം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കാരണം ഗ്രൂപ്പ് ഡിയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.